നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഒരു കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ വാഹനങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയ യുദ്ധക്കളങ്ങളിൽ പോരാളികളുടെ കരുത്തായി മാറിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ സെനോൺ. ആഫ്രിക്കൻ മരുഭൂമികൾ മുതൽ യൂറോപ്പിലെ സംഘർഷഭരിതമായ അതിർത്തികൾ വരെ ഇന്ത്യയുടെ സാങ്കേതികവിദ്യ തങ്ങളുടെ സുരക്ഷാ കവചമായി ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ വാഹനങ്ങളെ തങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമാക്കിയത് എന്ന് പരിശോധിച്ചാൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുക. അർമേനിയൻ സൈന്യം തങ്ങളുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ കോർണറ്റ് എം മിസൈൽ സംവിധാനങ്ങൾ ഘടിപ്പിച്ച് ടാറ്റ സെനോണുകളെ അണിനിരത്തിയത് ലോകം കണ്ടിരുന്നു. അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാനുള്ള ഇതിൻ്റെ ശേഷിയാണ് അവരെ ആകർഷിച്ചത്. യൂറോപ്പിലെ യുദ്ധഭൂമിയിലേക്ക് നീങ്ങിയാൽ യുക്രൈനിയൻ സൈന്യം ഈ വാഹനങ്ങളെ ടെക്നിക്കൽ വാഹനങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് കാണാം. വിൻറ്റേജ് മാക്സിം തോക്കുകൾ ഘടിപ്പിച്ച് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അവർ ഉപയോഗിക്കുന്നത് ഈ ഇന്ത്യൻ കരുത്തിനെയാണ്. അങ്ങനെ ടാറ്റ സെനോൺ ഇന്ന് ഒരു സാധാരണ പിക്കപ്പ് ട്രക്കിൽ നിന്നും മാരകമായ ആയുധങ്ങൾ വഹിക്കുന്ന പോരാളിയായി പരിണമിച്ചിരിക്കുകയാണ്. സമാധാന ദൗത്യങ്ങളിലും ടാറ്റയുടെ സാന്നിധ്യം ഉറപ്പാണ്. ആഫ്രിക്കയിലെ അബിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിനായി ഇന്ത്യൻ കരസേന വിന്യസിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ ടാറ്റ സെനോണിന് വലിയ പങ്കുണ്ട്. കല്യാണി M4 കവചിത വാഹനങ്ങൾക്കൊപ്പം അതിവേഗം സഞ്ചരിക്കാൻ ശേഷിയുള്ള ടാറ്റ സെനോൺ കൂടി ചേരുമ്പോൾ അത് നമ്മുടെ സൈന്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആഗോള സമാധാനത്തിന് ഇന്ത്യ നൽകുന്ന സംഭാവനകളിൽ ഇത്തരത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക ഉപകരണങ്ങളുടെ പങ്ക് ഇന്ന് നിർണായകമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലോകം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളെ ഇത്രയധികം വിശ്വസിക്കുന്നത്? അതിന് പ്രധാന കാരണം ടാറ്റയുടെ വിശ്വാസ്യതയാണ്. കടുത്ത ചൂടിലും തണുപ്പിലും ദുർഘടമായ പാതകളിലും ഒട്ടും തളരാതെ പ്രവർത്തിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഇത് ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് അത്യാവശ്യമാണ്. ഡ്രോണുകളെ വഹിക്കാനും മിസൈൽ സംവിധാനങ്ങളെ താങ്ങാനും യുദ്ധക്കളത്തിൽ ലോജിസ്റ്റിക് പിന്തുണ നൽകാനും ഈ വാഹനങ്ങൾക്ക് കഴിയും. ഇന്ത്യ ഇന്ന് വെറുമൊരു ഉപഭോക്താവല്ല, മറിച്ച് ലോകത്തിന് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സുപ്രധാന പങ്കാളിയാണ്. സമാധാനത്തിനായി സേനകളെ വിന്യസിക്കുമ്പോഴും യുദ്ധക്കളത്തിൽ കരുത്തു കാട്ടുമ്പോഴും ടാറ്റ സെനോൺ പോലെയുള്ള നമ്മുടെ തദ്ദേശീയ നിർമ്മിതികൾ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തുകയാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യ നിർമ്മിച്ച വാഹനങ്ങളും ആയുധ സംവിധാനങ്ങളും ലോകത്തിലെ കൂടുതൽ സൈന്യങ്ങളുടെ മുഖമുദ്രയായി മാറുമെന്നതിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.